യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് സ്നേഹം കൊണ്ട് നമ്മെ കിരീടമണിയിക്കുന്ന ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ചാണ്. 103-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് എന്നെ കിരീടമണിയിക്കുന്നു. സ്നേഹം കൊണ്ട് നമ്മെ കിരീടമണിയിക്കുന്ന ഒരു ക്രിസ്തു. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും അധികം ദുരുപയോഗിക്കപ്പെടുന്ന പദമാണ് സ്നേഹം എന്നുള്ള വാക്ക്. കാരണം പല വിധത്തിൽ ഈ സ്നേഹത്തെ മനുഷ്യർ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പറയാൻ കഴിയും, ഐ ലവ് മൈ ഡാഡ് എന്ന് എനിക്ക് പറയാം, ഐ ലവ് മൈ ചിക്കൻ എന്ന് എനിക്ക് പറയാം, ഐ ലവ് മൈ ഗോഡ് എന്ന് എനിക്ക് പറയാം. എനിക്ക് ഒരേ വാക്കുപയോഗിച്ചുകൊണ്ട് പട്ടിയെയും ചിക്കനെയും അപ്പനെയും ദൈവത്തെയും സ്നേഹിക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയും. എന്നാൽ അപ്പനെ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറെ ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് സ്നേഹം എന്നുള്ള വാക്ക്. സഹോദരങ്ങളെ, ഈ സ്നേഹത്തിലാണ് ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യരെ ചേർത്ത് ഇണക്കിയിരിക്കുന്നത്. ഇന്ന് ഈ ദിവസം നമുക്ക് രണ്ട് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഒന്നാമതായി, അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും മനോഹരമായ സ്നേഹമായി എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ഭാഷകളിലും തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഏറ്റവും അധികം കവിതകൾ എഴുതപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഏറ്റവും അധികം വ്യക്തികളുടെ കണ്ണ് നനയുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. അമ്മ അത്ര കണ്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തിന്, നമ്മളെ തല്ലിയപ്പോൾ പോലും നമ്മൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞത്. അമ്മ തല്ലുമ്പോഴും അമ്മയെ എന്ന് പറഞ്ഞ് കരയണമെങ്കിൽ അത്ര കണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അമ്മ സ്ഥാനം പിടിച്ചിരിക്കണം. അമ്മയ്ക്ക് നമ്മുടെ മേൽ വലിയ സ്ഥാനമുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അപ്പൻ മാത്രമല്ല അമ്മയാണെന്ന് കൂടി ധ്യാനിക്കുന്ന സമയമാണിത്. രണ്ട് അമ്മമാരെക്കുറിച്ച് നമുക്കിവിടെ ചിന്തിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ജീവിച്ച ഒരമ്മ. ആ അമ്മ ജീവിത പങ്കാളി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. ഒരുപാട് അധ്വാനിച്ച് ഏകപ്പെട്ട മകന് ആവശ്യമായ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പൈസയെല്ലാം സമാഹരിച്ച് അവനെ നന്നായിട്ട് പഠിപ്പിച്ചു. അവൻ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തു: നമ്മൾ ഈ അമ്മയുടെ കൂട്ടത്തിൽ താമസിക്കുന്നത് ശരിയല്ല. അങ്ങനെ അമ്മയെ ഒരു വീട്ടിലാക്കി ഇവർ രണ്ടുപേരും കൂടി അവിടെ അടുത്തുള്ള ആ മലയുടെ അപ്പുറത്ത് പോയി താമസിക്കാൻ അവസരമൊരുക്കി. അങ്ങനെ ഒരേ സ്ഥലത്ത് ഒരു മലയുടെ ഒരു ഭാഗത്ത് അമ്മയും മറ്റൊരു ഭാഗത്ത് മകനും ഭാര്യയും ഏകപ്പെട്ട കുഞ്ഞും താമസിക്കുന്നു. അമ്മ ജീവിക്കുന്നത് കൂലിപ്പണിയെടുത്താണ്. അങ്ങനെ ഇരിക്കെയാണ് കേരളത്തിൽ വലിയ മഴ ഉണ്ടാകുന്നത്. പേമാരി ആയി ഉള്ളതുകൊണ്ട് ഒരിക്കലും ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെ ഏറെ കഷ്ടപ്പെട്ട് ഇവർ പോവുകയാണ്. അപ്പം അരി മേടിക്കാൻ കാശില്ല. ആകെ വിഷമിച്ചിരിക്കുന്ന നേരമായപ്പോൾ അമ്മ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മോൻ്റെ അടുത്ത് എന്നൊന്ന് പറയാം. അങ്ങനെ കാൽനടയായി ഈ മലയുടെ അപ്പുറത്തുള്ള മോൻ്റെ വീട്ടിൽ ചെന്നു. മോൻ അറിയാമല്ലോ, പേമാരിയാണ്, ഭയങ്കര മഴയാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വഴിയില്ല, അരി മേടിക്കാൻ കാശുമില്ല, മോൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ അമ്മ അത് പറഞ്ഞാൽ മതിയല്ല, ഞാൻ കാശ് തരാൻ തയ്യാറാണ്. അമ്മയ്ക്ക് കാശ് കൊടുത്തു, ഭക്ഷണം കൊടുത്ത് അവസാനം പറഞ്ഞു, അമ്മേ വീട്ടിലേക്ക് പോകാൻ മാത്രമല്ല, അമ്മേനെ ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. അങ്ങനെ അമ്മ മുമ്പിൽ നടക്കുന്നു, മകൻ പിറകിൽ നടക്കുന്നു. ഒരു പാലം, പ്രത്യേകിച്ചും ഒരു ചെറിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാലം ക്രോസ് ചെയ്തിട്ട് വേണം അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അമ്മ. പാവപ്പെട്ട സ്ത്രീ അവർ റബ്ബറിൻ്റെ ചെരുപ്പിട്ടിട്ടുണ്ട്. അപ്പം മകൻ പിറകിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അമ്മേ നോക്കി പോകണം കേട്ടോ,
പിടിച്ച് പോകണം കേട്ടോ. കാരണം കാല് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവർ താഴേക്ക് നോക്കുമ്പോൾ, പാലത്തിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ജന്തുക്കൾ, ഒരുപാട് മൃഗങ്ങളും ബാക്കി പക്ഷികളും ഒക്കെ ചത്തും അല്ലാതെയും ഒക്കെ ഒഴുകിപ്പോകുന്നുണ്ട് വെള്ളത്തിൽ. അത്രയും മഴയാണ്. അമ്മ പിടിച്ച് പോകണം കേട്ടോ. അമ്മ നോക്കി പോകണം. താഴേക്ക് വീണാൽ പിന്നെ രക്ഷയില്ല. സഹോദരങ്ങളെ, പാലത്തിൻ്റെ നടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പിറകിലൂടെ നടന്ന മകൻ അമ്മയെ തട്ടി വെള്ളത്തിൽ താഴെയിട്ട്. വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ അവൻ കരുതി ഇത് ആരും കണ്ടില്ല എന്ന്. പക്ഷെ നാട്ടിലെ ചില ചെറുപ്പക്കാർ നോക്കുന്നുണ്ടായിരുന്നു. അവരിത് നോക്കി ഉടനെ തന്നെ അവനെ പിടിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസുകാർ അവനെ കൊണ്ടുപോയി. 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പാവപ്പെട്ട അമ്മ ഈ ചെളിവെള്ളത്തിലൂടെ ഒഴുകി മരിച്ചില്ല, ഒരു തൊട്ടടുത്തൊരു ഗ്രാമത്തിൽ ചെന്ന് പെടുന്നത്. അവർ ഈ അമ്മയെ എടുത്തു, ശുശ്രൂഷിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേസ് കോടതിയിൽ എത്തി. കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ അമ്മയെ ഒരു വശത്ത് നിർത്തിയിരിക്കുന്നു, മകനെ വേറൊരു വശത്തിരിക്കുന്നു. കോടതിയിൽ ചോദ്യം വന്നു, അമ്മയ്ക്ക് ഈ മകൻ്റെ മേൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ഈ മകൻ തന്നെയാണോ അമ്മയെ വെള്ളത്തിലേക്ക് തള്ളി താഴെയിട്ടത്? ജഡ്ജി ഇത് ചോദിക്കുന്ന നേരത്ത് അമ്മ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സാർ ഇതെന്താണ് ചോദിക്കണത്? 9 മാസം എൻ്റെ ഉദരത്തിൽ ചോന്ന് കൊണ്ടു നടന്നവനാണ് ഞാൻ അവനെ. പ്രത്യേകിച്ചും അവന് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ അവൻ്റെ അപ്പം മരിച്ചു. മറ്റു വീടുകളിലൊക്കെ പോയി നെല്ല് കുത്തി കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ ഇവനെ വളർത്തിയത്. സാറ് ചിന്തിക്കുന്നുണ്ട് അവൻ്റെ അമ്മേനെ വെള്ളത്തിൽ തള്ളി താഴെ ഇടാൻ പറ്റുമെന്ന്? അത്രയും ക്രൂരനാണ് എൻ്റെ മോനെന്ന് സാറ് ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ മോനല്ല. ഞാൻ റബ്ബറിൻ്റെ ചെരുപ്പാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് തെന്നി താഴെ പോയതാണ്. അതുകൊണ്ട് യാതൊരു കുറ്റവും അവൻ്റെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞു. വാദിക്ക് പ്രത്യേകിച്ച് കേസില്ലാത്തത് കൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു. സഹോദരങ്ങൾ, ഇവർ 2 പേര് കൂടി കോർട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നേരത്ത് മാധ്യമപ്രവർത്തകരും ഇവനെ പിടിച്ചുകൊണ്ടുപോയി പോലീസിലേൽപ്പിച്ച ചെറുപ്പക്കാരും നാട്ടുകാരെല്ലാവരും കൂടി വട്ടം കൂടി. അവർ ചോദിച്ച്, അമ്മ എന്ത് പരിപാടിയാണ് ചെയ്തത്? ഞങ്ങളിത് കണ്ണുകൊണ്ട് കണ്ടതാണ്. അമ്മ മുമ്പിൽ നടക്കണ നേരത്ത് ഇവൻ പിടിച്ച് താഴെ ഇടുന്നത്. മാത്രമല്ല അമ്മയ്ക്കും അറിയാവുന്നതാണ്, അമ്മയുടെ കൈപ്പിഴയല്ല ഇവനാണ് ചെയ്തതെന്ന് അമ്മയ്ക്കറിയാം. എന്താ അമ്മ അങ്ങനെ മാറ്റി പറഞ്ഞത് എന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, ഈ അമ്മ മോനോട് മോനെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ നീ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഇവർ ചോദിക്കുന്നുണ്ടല്ലോ നീയാണ് തള്ളിയിട്ടതെന്ന്, എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത്? പാവം പറഞ്ഞു, അമ്മേ, ഈ പെരുവെള്ള പാശലിൽ, ഈ പേമാരിയുടെ ഇടയിൽ കാലവർഷത്തിൽ രക്തബന്ധത്തിൽ പിറന്ന ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്, കേരള സർക്കാർ 20,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ തള്ളി താഴെ ഇട്ടതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. ഇത് കരയാൻ തുടങ്ങിയ സമയത്ത് ഈ അമ്മ അവനെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരും നോക്കിക്കൊണ്ട് പറഞ്ഞു, അവൻ പറഞ്ഞത് കേട്ടോ, അവന് 20,000 രൂപയുടെ ആവശ്യം വന്നു. 20,000 രൂപയ്ക്ക് നിങ്ങൾ ആരെങ്കിലും വെള്ളത്തിൽ താഴെ ഇടാൻ പറ്റുമോ? അവൻ്റെ ഭാര്യനെ തള്ളി താഴെ ഇടാൻ പറ്റുമോ? അവരിലുണ്ടായ കുഞ്ഞിനെ താഴെ ഇടാൻ പറ്റുമോ? അവന് പറ്റിയത് എന്നെയാണ്. അതുകൊണ്ട് അവൻ എന്നെ തള്ളി താഴെ ഇട്ടു. അവന് 20,000 രൂപ ലഭിക്കുകയും ചെയ്തു. ആ അമ്മ പരാതിയില്ലാതെ, കുറ്റങ്ങളൊന്നും മകൻ്റെ ചുമലിൽ ഏൽപ്പിക്കാതെ ഈ അമ്മ ഈ മകനെ മോചിപ്പിച്ചു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അമ്മമാരുടെ സ്നേഹം മക്കളെ രക്ഷിക്കുന്ന സ്നേഹമാണ്. എങ്കിലും ഈ അമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അമ്മ ഈ മകനെ ഈ വിധത്തിൽ കുറ്റത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും ഈ അമ്മയ്ക്കും ഈ മകനെ അവൻ്റെ മേലുള്ള പാപത്തിൽ നിന്ന് രക്ഷിക്കുക സാധ്യമല്ല. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല, ഒരപ്പനും കഴിയില്ല. അത് കഴിയുന്നത് ക്രൂശിക്കപ്പെട്ട കർത്താവിലൂടെ മാത്രമാണ്. ഞാൻ ഓർക്കുന്നു, ഇതുപോലെ തന്നെ മറ്റൊരമ്മ. ആ അമ്മ അമേരിക്കയിൽ അനുഗ്രഹീതമായ ഒരു ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തുന്ന ഒരു മകൻ്റെ അമ്മയാണ്. ആ കുടുംബം ഒന്നടങ്കം ദൈവശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവരാണ്. അവിടെയുള്ള മലയാളി പള്ളികളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ പള്ളിയിൽ അന്ന് ശുശ്രൂഷയിൽ പങ്കുപറ്റിയ എല്ലാവർക്കും സാൻഡ്വിച്ചും വെള്ളവും കൊടുക്കുക പതിവാണ്. നല്ല ബ്രെഡും
അതിൻ്റെ അകത്ത് ഓംലെറ്റൊക്കെ വെച്ച് ആഘോഷമായി കൊടുക്കുന്ന ശൈലിയുണ്ട്. ഇപ്പം സാധാരണ കൃത്യം എണ്ണം വികാരിയച്ഛന്മാർക്ക് പരിചയമല്ലാത്തത് കൊണ്ട് ഏതാണ്ട് ഒരു എണ്ണമാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ പള്ളിയിൽ ബാക്കി വരും. അപ്പോൾ വികാരിയച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്യും, നമുക്ക് കുറേ സാൻഡ്വിച്ച് ബാക്കി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോകാമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, മലയാളികളുടെ ഒരു ശൈലിയാണ്, നമുക്ക് ആവശ്യം ഉണ്ടായാലും നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മളിങ്ങനെ കളക്ട് ചെയ്യും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കളയാനായിരിക്കും എന്നാൽ പോലും നമ്മൾ കളക്ട് ചെയ്യും. നോട്ടീസൊക്കെ ആളുകൾ ഇടിച്ചു മേടിക്കുന്നത് നമ്മൾ കാണാറില്ലേ? വേറെ ഒന്നിനുമല്ല, ഉപയോഗമൊന്നുമില്ല, ഒരു നോട്ടീസ് വായിച്ച് നമുക്ക് കാര്യം മനസ്സിലാകാവുന്നതല്ലേ ഉള്ളൂ, എന്നാലും മേടിക്കും. ഇത് നമ്മുടെ ഒരു ശൈലിയാണ്. ഈ അമ്മയും ഇങ്ങനെ ഒരുപാട് സാൻഡ്വിച്ച് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. അപ്പം മകൻ പറഞ്ഞു, അമ്മേ നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 2 കുഞ്ഞുങ്ങളെ ഉള്ളു, ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജിലും ഫ്രീസറിലുമായി ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അമ്മ ഇനി മുതൽ പള്ളിയിൽ പോയി അച്ഛൻ ഈ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ ഓടിപ്പോയി സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ അമ്മയാകട്ടെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു. ഒരു ദിവസം ഈ മകൻ സഹികെട്ട് അവൻ അമ്മ വീണ്ടും ഈ പാക്കറ്റിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, എൻ്റെ അമ്മയോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ വല്ല ആവശ്യം നമുക്കുണ്ടോ? ഇത് എൻ്റെ പേര് കൂടി കളയുന്നതിനോട്, എൻ്റെ സൽപ്പേര് കൂടി കളയുന്നതിന് വേണ്ടി അമ്മ ചെയ്യുന്ന പരിപാടിയാണ്, ഈ പരിപാടി ശരിയാകില്ല എന്ന് പറഞ്ഞു. മകൻ്റെ മുഖഭാവം മാറിക്കഴിഞ്ഞപ്പോൾ ഈ അമ്മ കരയാൻ തുടങ്ങി. അമ്മ കരയണമെന്ന് കണ്ടപ്പോഴത്തേനും മകൻ്റെ ഭാവവും മാറി. അവൻ ചെന്ന് ചേർത്ത് പിടിച്ചു അമ്മയ്ക്ക് മുത്തം കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനത് അറിയാതെ പറഞ്ഞു പോയതാ, നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ അമ്മേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, മോനറിയാവോ, വളരെ ചെറുപ്പത്തിലെ അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചതുകൊണ്ട് ഞാൻ കൂലിപ്പണി എടുത്താണ് മോനെ വളർത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് മോനും മോൻ്റെ പെങ്ങന്മാരും ഒക്കെ 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ഒന്നും കഴിക്കാനുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കാത്തു നോക്കി നിൽക്കും. 5:30 മണിയാകുമ്പോൾ ഞാൻ കൂലിപ്പണി കഴിഞ്ഞ് വരുന്നത് എന്നെ കാണാനല്ല, മറിച്ച് എൻ്റെ കയ്യിൽ ഒരു കൊച്ചു പാക്കറ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ പാക്കറ്റിലുള്ള ഉണ്ടംപൊരിയോ പരിപ്പുടയോ സുഗിയനോ തുടങ്ങിയുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ ഞാൻ കൊണ്ടുവരുമെന്ന് അറിയാവുന്നത് കൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മക്കൾ നിൽക്കുന്ന മുഖം എപ്പോഴും മോനെ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ പോലും നമുക്കിതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ആവശ്യത്തിലധികം സാധനങ്ങൾ ഉണ്ടെങ്കിലും എന്താണെന്നറിയില്ല, വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വരുന്ന നേരത്ത് ഒരു കൊച്ചു പാക്കറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര കണ്ട് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നണു എന്ന് പറഞ്ഞ് ഈ അമ്മയും മോനും കരയാൻ തുടങ്ങി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അമ്മയ്ക്ക് ഈ മോനെ വേണ്ട എന്ന് പറഞ്ഞാലും, ഈ അമ്മ ഒന്നും മകന് വേണ്ടി ശേഖരിച്ചില്ലെങ്കിലും നമ്മളെ ഒരിക്കലും വേണ്ട എന്ന് വെക്കാത്ത, നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ദൈവം ഒരേ സമയം നമ്മുടെ അപ്പനുമാണ്, അതേ സമയം നമ്മുടെ അമ്മയുമാണ്. അതുകൊണ്ടാണ് കരുണയുടെ വർഷം, മദർലി ലവ് ഓഫ് ദ ചേർച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭ പറയുന്നത്. കർത്താവിൻ്റെ മദർലി ലവാണ്, അമ്മയ്ക്കടുത്ത സ്നേഹമാണ് സഭ ഈ വർഷം മുഴുവൻ നമുക്ക് തരുന്നത്. അമ്മയുടെ മേൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മുടെ മേൽ അത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നു. കാരണം അവളുടെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. പുരുഷന്മാർ സ്നേഹം അത്ര കണ്ട് പ്രകടിപ്പിക്കാറില്ല, എന്നാൽ സ്ത്രീകളാകട്ടെ പ്രകടിപ്പിക്കും. കരച്ചിൽ തോന്നിയാൽ കരഞ്ഞുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കും. ചുംബിക്കാൻ തോന്നിയാൽ ഏറെ ആവർത്തിച്ച് അവർ ചുംബിക്കും. അതുകൊണ്ട് മക്കൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു, മക്കൾക്ക് അവരും ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അമ്മമാർ കടന്നു പോകും. കാരണം അമ്മമാർ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ നമുക്ക് നൽകപ്പെട്ടതാണ്. ഈ അമ്മമാർ അവരുടെ സ്നേഹം നിലച്ചു പോയാലും, അതുകൊണ്ടാണ് ഐസിയാസ് ദീർഘദർശി ഇങ്ങനെ എഴുതി വെച്ചത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? അവൾ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. കാരണം അവളുടെ സ്നേഹം നിനക്ക് നൽകപ്പെട്ടതാണ്, ഏതാനും കാലങ്ങളിലേക്ക് മാത്രം. അവൾ മൺമറഞ്ഞു പോകേണ്ടവളാണ്. ആ സ്നേഹം മൺമറഞ്ഞു പോകുമ്പോഴും പാപക്ഷമ നൽകുന്ന യേശുവിൻ്റെ സ്നേഹം നിന്നെ വേട്ടയാടുവാൻ കാത്തിരിപ്പുണ്ട് എന്നാണ് ഈശോയുടെ വചനം നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ സ്നേഹം, ഏറ്റവും ഉദാത്തമായ സ്നേഹം എന്ന് പറയുന്നത് അപ്പൻ്റെ സ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ഗാഠമാണ്,
അത് ഉള്ളിൽ ഒതുക്കുന്നതാണ്, അതെപ്പോഴും പ്രകടിപ്പിക്കുന്നതല്ല. നിങ്ങൾക്കറിയാമല്ലോ സഹോദരങ്ങളെ, ഫെമിനിൻ നേച്ചറും മാസ്കുലിൻ നേച്ചറും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. ഫെമിനിൻ നേച്ചർ സകലതും പ്രകടിപ്പിക്കും, സകലതും കാണിക്കും, ആവശ്യത്തിലധികം പ്രകടിപ്പിക്കും. മാസ്കുലിൻ നേച്ചർ ആകട്ടെ എല്ലാം ഉള്ളിലൊതുക്കും. വേദനയുണ്ടോ ഉള്ളിലൊതുക്കും, സന്തോഷമുണ്ടോ ഉള്ളിലൊതുക്കും. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ്. ഉള്ള വേദനയും നോവും മുഴുവൻ ഉള്ളിലൊതുക്കുന്നത് കൊണ്ട് അവസാനം അത് അറ്റാക്കായിട്ട് തീരുകയാണ്. അത് പോകട്ടെ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കണം, അപ്പൻ്റെ സ്നേഹം ഉള്ളിൽ ഒതുക്കുന്ന സ്നേഹമാണ്. അപ്പൻ ഒരുപാട് ഗാഠമായി ചിന്തിച്ച് ഹൃദയത്തിൽ ഒതുക്കുന്ന സ്നേഹമാണ്. ഒരിക്കൽ ഇതാ ധൂർത്തപുത്രനെക്കുറിച്ച് ഒരു കാറ്റഗിസം ടീച്ചർ കാര്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കുഞ്ഞ് എഴുന്നേറ്റ് വന്നുകൊണ്ട് ചോദിച്ചു, അല്ല ടീച്ചറെ, ഈ അപ്പൻ മകൻ ഇറങ്ങിപ്പോയിട്ട് എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ തേടി, ആ ധൂർത്തപുത്രനെ തേടി ഓടി ഇറങ്ങാത്തത്, അന്വേഷിച്ച് പോകാതിരുന്നത്? അപ്പോൾ ടീച്ചർ കിടന്ന് ആകെ വിഷമിക്കാൻ തുടങ്ങി. കാരണം അപ്പനേക്കാൾ വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ അപ്പൻ അന്വേഷിച്ച് ഇറങ്ങാതെ പോയത്? ടീച്ചർ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചവൻ്റെ അടുത്തിരുന്ന കുഞ്ഞ് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ടീച്ചറെ, അത് സിമ്പിളാണ്, ആ ഉത്തരം, അതിന് സിമ്പിൾ ആൻസറേ ഉള്ളൂ. ആ ആൻസർ ഇതാണ്, അവൻ അപ്പനെ ഇറക്കിക്കളഞ്ഞു. പക്ഷേ ഒരിക്കലും അപ്പൻ അവനെ എല്ലാ കാലത്തേക്കുമായിട്ട് ഇറക്കിക്കളയാനായിട്ട് പറ്റില്ല. അവൻ എന്നും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൻ്റെ സ്നേഹം ഗാഠമായ സ്നേഹമാണ്. അത് ഹൃദയത്തിൽ ഒതുക്കുന്ന സ്നേഹമാണ്. ഒരിക്കലും മാറ്റി നിർത്താത്ത സ്നേഹമാണ്. ഒരിക്കലും തള്ളിക്കളയാത്ത സ്നേഹമാണ്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ക്യാൻസർ വാർഡ് സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. അവിടെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്ന സമയമാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മുറിയിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള ബോൺ ക്യാൻസർ വന്ന ഒരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എല്ലായിടത്തും കേൾക്കാം. ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിൽ മുഴുവൻ കേൾക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ബോൺ ക്യാൻസറാണ് ക്യാൻസറുകൾ ഏറ്റവും പെയിൻഫുള്ളായിരിക്കുന്നത്. അത് ഉള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല, അത് കാണുന്നവർക്ക് കണ്ടു നിൽക്കാനും കഴിയില്ല. കുഞ്ഞിരുന്ന് ആകെ കരയുകയാണ്. അപ്പോൾ ഡോക്ടർ അവിടെയുണ്ട്, നേഴ്സസ് ഉണ്ട്, കുഞ്ഞിന് പല വിധത്തിലുള്ള മോർഫിൻ കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ ഒന്ന് ബോധം കെടുത്താൻ, വേദന ശമിപ്പിക്കാൻ. പക്ഷേ യാതൊരു വഴിയുമില്ല. ഇങ്ങനെ ഇരിക്കെ കുഞ്ഞിൻ്റെ അപ്പൻ പുറത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചപ്പൻ എന്നാണ്. അപ്പൻ നിന്നുകൊണ്ട് നേഴ്സസിനോട് പറയുന്നുണ്ട്, അല്ല, നിങ്ങളൊന്ന് മാറി നിൽക്ക്, എന്നെ ഒന്ന് കടത്തിവിട്. അവന് രോഗമാണെന്ന് ഡയഗ്നൈസ് ചെയ്ത ദിവസം മുതൽ എൻ്റെ മാറിൽ ചാഞ്ഞ് കിടന്നാണ് സിസ്റ്റർമാരെ അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എത്ര ഡോസ് മരുന്ന് കൊടുത്താലും അവൻ ഉറങ്ങില്ല, മരവിക്കുകയില്ല, അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ അകത്തേക്ക് കിടത്ത്, ഞാൻ അവൻ്റെ കട്ടിലിൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കാം, അപ്പോൾ അവൻ ഉറങ്ങുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒപ്പം നേഴ്സസും പറഞ്ഞു, ഒരിക്കലും അപ്പനെ കയറ്റി വിടരുത്. കാരണം അപ്പന് കോൾഡാണ് ആ സമയത്ത്. വല്ല ഇൻഫെക്ഷൻ ഉണ്ടായാൽ കുഞ്ഞിന് വലിയ പ്രശ്നമുണ്ടാകും, ട്രീറ്റ്മെൻറ്റ് പോലും പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അപ്പനെ ഒരിക്കലും കടത്തി വിടരുത് എന്ന് പറഞ്ഞു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അപ്പൻ അവിടെ നിന്ന് വാവിട്ട് കരയുന്നുണ്ട്, എൻ്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കടത്തിവിട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല. അപ്പോൾ ഉടനെ തന്നെ ഈ അപ്പൻ എന്താ ചെയ്തതെന്നറിയാവോ? അപ്പൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, മോൻ കിടക്കുന്ന ആ ചുമരുണ്ടല്ലോ, കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തുള്ള ചുമര്, ആ കിടക്കുന്ന കട്ടിലിൻ്റെ ചുമരിനോട് ചേർന്ന് മോൻ കിടന്നോ, ആ ചുമരൻ്റെ അപ്പുറത്ത് പപ്പ നിൽക്കാം. ചുമരൻ്റെ അപ്പുറത്ത് അപ്പ നിന്ന് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ എൻ്റെ മാറിൽ ചാഞ്ഞ് കിടക്കണത് പോലെ കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. ഈ മകൻ എന്തെന്നില്ലാത്ത വിധത്തിൽ സുഖകരമായി കിടന്നുറങ്ങുന്നു. അപ്പൻ്റെ മാറിൽ ചാഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ അവൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. അപ്പൻ്റെ സ്നേഹം ഗാഠമാണെങ്കിലും, അപ്പൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനാവാത്തതാണെങ്കിലും, അപ്പൻ്റെ സ്നേഹം വളരെ വലിയ സ്നേഹമാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അപ്പൻ്റെ സ്നേഹം നിലച്ചു പോയാലും, ഈ അപ്പൻ്റെ സ്നേഹം തീർന്നു പോയാലും ഒരിക്കലും നിലയ്ക്കാത്ത ഒരു സ്നേഹമുണ്ട്. അതാണ് യോഹന്നാൻ കണ്ടുകൊണ്ട് എഴുതിയത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും.
ദൈവമക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സ്നേഹത്തിൻ്റെ ഭ്രാന്ത് മൂത്ത് യേശുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് പാപക്ഷമ സ്വീകരിക്കാനും സ്നേഹം കൊണ്ട് ഹൃദയത്തെയും മനസ്സിനെയും നിറച്ചുകൊണ്ട് അവിടുത്തെ കിരീടം അണിയിപ്പിക്കുവാനുമുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഉപാസന ഉപാസന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളെ ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. മനുഷ്യ സമൂഹം എന്നെ കൂടാതെ ജീവിക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന നിന്റെ വിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടെ നിന്ന് അലങ്കരിക്കണമേ. കർത്താവേ, ലോകത്തിൽ ഒട്ടേറെ അനാഥത്വം അനുഭവിക്കുന്ന നിന്റെ ദൈവമക്കളെ നിന്നോട് ഈ സമയം ചേർത്ത് ഞങ്ങൾ പിടിക്കുന്നു. അപ്പനും അമ്മയും ഉണ്ടെങ്കിലും അനാഥമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സ് തകർന്നു കഴിയുന്ന ഒരുപാട് വ്യക്തികൾ കർത്താവെ അവിടുത്തെ മുമ്പിലുണ്ടല്ലോ. അപ്പനോ അമ്മയോ ആരെന്നറിയാതെ അനാഥ ഗൃഹങ്ങളിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. രോഗം വന്നപ്പോൾ കുടുംബത്തിന് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, കുടുംബത്തിന് ഭാരമാണെന്ന് കരുതിക്കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ഉപയോഗം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയപ്പെട്ടവരുണ്ട്. തകർന്ന ബാല്യങ്ങളുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട കൗമാരങ്ങളുണ്ട്, നഷ്ടധൈര്യരായി കഴിയുന്ന യൗവനങ്ങളുണ്ട്. ഓ ദിവ്യകാരുണ്യ കർത്താവേ, അനാഥത്വം അനുഭവിക്കുന്ന ജീവിതങ്ങളെ ഈ സമയം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. നിന്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. I cannot abandon you, I cannot forsake you. കാരണം ഞാൻ നിനക്ക് അത്ര പ്രിയപ്പെട്ടവനാണ് എന്ന് എനിക്കറിയാം. യേശുവേ, നിന്റെ മുമ്പിലേക്ക് തകർക്കപ്പെട്ട ജീവിതങ്ങളെ, അനാഥത്തിൻ്റെ തടവറയിൽ കഴിയുന്നവരെ ഈ മണിക്കൂറിൽ ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് പറയണമേ, ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടെന്ന്. അവരുടെ കാതുകളിൽ മന്ത്രിക്കണമേ, അവർ തനിയെ അല്ല എന്ന്, അവർ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് അവരുടെ കാതുകളിൽ, അവരുടെ സമീപത്ത് ചെന്ന് നീ പറയണമേ. ഓ കർത്താവേ,
ഞങ്ങളുടെ അടുത്തേക്ക് നീ വരണമേ. ഞങ്ങളുടെ സമീപത്തേക്ക് നീ വരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അനാഥയല്ല. നീ എൻ്റെ പൊന്നോമനയല്ലേ, നിന്നോടു കൂടെ ഞാനുണ്ടല്ലോ. നീ എൻ്റെ പൊന്നോമനയല്ലേ, നിന്നോടു കൂടെ ഞാനുണ്ടല്ലോ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അനാഥയല്ല. നീ എൻ്റെ പൊന്നോമനയല്ലേ, നിന്നോടു കൂടെ ഞാനുണ്ടല്ലോ. നീ എൻ്റെ പൊന്നോമനയല്ലേ, നിന്നോടു കൂടെ ഞാനുണ്ടല്ലോ. ദിവ്യകാരുണ്യ യേശുവേ, വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന ഒരുപാട് ദൈവമക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോ ഒരു സ്വപ്നമോ ഇല്ലാതെ വഴിവക്കിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരെ ഞങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരെ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. മക്കളെ വളർത്തി വലുതാക്കിയതിന് ശേഷം അവർ എങ്ങോ പോയി മറഞ്ഞതുകൊണ്ട് ആരും തൻ്റെ സമീപത്തിലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്ന സ്ത്രീകളെ, പുരുഷന്മാരെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. അനാഥത്വം എത്ര കഠിനമാണെന്ന് നീ ഓർക്കണമേ. തനിയാകുന്നത് എത്രയോ കഠിനമാണെന്ന് നീ ഓർക്കണമേ. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കുമ്പോഴും തനിയെ കഴിയുന്നവരില്ലേ? എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരില്ലേ? ഗുരുഭൂതന്മാർ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് സന്യാസ ഗൃഹങ്ങളിൽ തനിയാകുന്നവരില്ലേ? ആശ്രമ ശ്രേഷ്ഠന്മാർ മനസ്സിലാക്കാത്തത് കൊണ്ട് താൻ തനിയായല്ലോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? ഓ, അനാഥത്തിൻ്റെ ഭാരം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ അനുഗ്രഹീതമായ ദിവസം ദിവ്യകാരുണ്യ കർത്താവെ നീ കടന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെ സനാഥരാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹൃദയങ്ങളെ നീ വീണ്ടെടുക്കണമേ. അവരെ ഹൃദയങ്ങളെ നീ കീഴടക്കണമേ. അവരോടൊപ്പം നീ ഉണ്ടെന്ന് അവരുടെ കാതുകളിൽ നീ മന്ത്രിക്കണമേ. സ്വകാര്യമായി നീ പറയണമേ. അവരുടെ അടുത്ത് ചെന്ന് നീ പറയണമേ. അവരെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഈശോയെ, എല്ലാ അനാഥത്വം അനുഭവിക്കുന്ന വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് യേശു അവർക്ക് കൂട്ടിനുണ്ട് എന്ന ചിന്ത ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ കൊടുക്കേണ്ടതിനായി ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ഓ കർത്താവേ ആരാധന, ഓ കർത്താവേ ആരാധന. നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ സ്നേഹം ഹൃദയങ്ങളെ വീണ്ടെടുക്കട്ടെ. നിന്റെ സ്നേഹം തകർന്ന ബന്ധങ്ങളെ കൂട്ടി ഇണക്കട്ടെ. നിന്റെ സ്നേഹം കിടപ്പ് രോഗികൾ എഴുന്നേൽപ്പിക്കട്ടെ. നിന്റെ സ്നേഹം അനാഥരെ സനാഥരാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. നിന്റെ സ്നേഹം ജീവിതങ്ങളെ വേട്ടയാടട്ടെ. നിന്റെ സ്നേഹം ഹൃദയങ്ങളെ വീണ്ടെടുക്കട്ടെ. നിന്റെ ഹൃദയം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഓ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ഓ കർത്താവേ മഹത്വം.
ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ യേശുവേ നീ മാത്രമേ യേശുവേ നീ മാത്രമേ